അങ്ങനെ ഇന്നാണാകെ എല്ലാവരും കാത്തിരുന്ന ദിവസം അമേരിക്കയിലെ 20-ാം തീയതി, അതായത് നമ്മുടെ നാട്ടിൽ നാളെ ശനിയാഴ്ച രാവിലെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കും. എപ്സ്റ്റീൻ്റെ എല്ലാ ഫയൽസും പബ്ലിക് ആക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഗവൺമെൻറ്റിന് കോൺഗ്രസ് ബില്ല് പാസ്സാക്കി ഒരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തതാണ്. 20-ാം തീയതിൻ്റെ ഉള്ളിൽ ഇത് മര്യാദയ്ക്ക് പാസ്സാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കുറേ വെനിസ്വേല യുദ്ധം അത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അവസാനം ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വരുമോ വരില്ലേ, എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്നാലും ഇനിയിപ്പോൾ എങ്ങാനും വന്നു എന്ന് വെക്കിയതാ വന്നാൽ ഇങ്ങനെ ആയിരിക്കും. ഫുള്ള് റിഡാക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ മായച്ചിട്ട് ബാക്കിയുള്ള ഈ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങൾ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും മുഴുവൻ പുറത്തു വിടാൻ പറ്റില്ല. അമ്മാതിരി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും അമ്മാതിരി ഡീറ്റെയിൽസും സീക്രട്സ് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ എല്ലാവരും ഇതെന്ത് ഇതിവിടെ സംഭവിക്കുന്നതായി. അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇന്നലെ കുറച്ച് ഫോട്ടോസ് ഇറങ്ങി. ഇതൊന്നും വരില്ല എന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, കുറച്ച് ഫോട്ടോസ് ഇറങ്ങിയിട്ടുണ്ട്. അതന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫോട്ടോസിൽ എന്താ എപ്സ്റ്റീൻ ആശാനാണ് ഇരിക്കുന്നത്. ചുറ്റും കുറേ പെമ്പിള്ളേർ ഇരിക്കുന്നുണ്ട്. ഇവരുടെ ഫേസ് കവേർഡാണ്. ഇവരൊക്കെ വിക്ടിംസ് ആണോ അണ്ടർ ഏജ് ആണോ ഇതൊക്കെ എവിടെ നിന്ന് വന്നാണോ ഒരു പിടിയില്ല. ഒരു വാട്സപ്പ് ചാറ്റൊക്കെ ലീക്കായിട്ടുണ്ട്. അത് നോക്കുക, 1000 രൂപ പെർ ഗേൾ, ഐ വിൽ സെൻഡ് യു ഗേൾസ് നൗ. പേര്, വയസ്സ് 18 വയസ്സ്, ഫുള്ള് സീനാണ്. ഹൈറ്റ്, മെഷർമെൻറ്റ്, വെയിറ്റ്, വിസയുണ്ടോ, ഷെങ്കൻ വിസയാണോ എന്താണ്, ഇത് ഫുള്ള് ഡാർക്ക് ഹോൾസ്ക്ക് സാധനങ്ങളാണ് ഇതിൽ മുഴുവൻ. മെയിൻ ആശാൻ്റെ 2 ഫോട്ടോസ് ഇറങ്ങിയിട്ടുണ്ട്. ബിൽഗേറ്റ്സ് അണ്ണൻ ഒരു പെൺകുട്ടിയായിട്ട് നിൽക്കണു, വേറെ പെൺകുട്ടിയായിട്ട് നിൽക്കണു, അതിൻ്റെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് സീൻ. ഇനി എന്താ വിയേർഡ് എന്ന് പറഞ്ഞത്, വിയേർഡ് നോക്കിക്കോ. ഈ ലോലിറ്റ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അത് എഴുതിയത് ഏത് തെണ്ടിയാണെന്ന് അറിയില്ല. ഈ പെഡോഫൈലായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഹോളി ബുക്ക് പോലെയാണ് ഈ ലോലിറ്റ. അത് ഇവരുടെ ഒബ്സഷൻ ഇറ്റ്സ് ക്രേസി എന്ന് പറയുന്നത്. ലോലിറ്റ ബുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതായത് ലോലിറ്റ ബുക്കിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വയസ്സായ ആളുടെ അടുത്ത് തോന്നുന്ന ഒരു ഇഷ്ടവും അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ലോലിറ്റ ബുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതേ ബുക്കിലുള്ള കുറച്ച് വേർഡിങ്സ് കാലിൽ എഴുതി വെച്ചിരിക്കുക. വേറൊരു ഫോട്ടോയിൽ നമുക്ക് കാണാം അത് വേറെ ഏതോ ബോഡി പാർട്സിൽ അതിലുള്ള ആ ബുക്കിലുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ അറബിയുടെ വേഷം കെട്ടി നിൽക്കുന്നത് വേറെ ആരുമല്ല, എപ്സ്റ്റീനാണ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് എടുത്ത ഫോട്ടോ അല്ല ഇത് ആ ഒരു സൗദി കണക്ഷനും ആ മിഡിൽ ഈസ്റ്റുള്ള കണക്ഷനൊക്കെ നമുക്ക് ഇതിലൂടെ വരാം. MBSൻ്റെ ഫോട്ടോ എപ്സ്റ്റീൻ്റെ ആ മൻഹാറ്റനിലുള്ള ആ ഒരു ഫ്ലാറ്റിൽ നിന്നും ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ.